ശബരിമലയിൽ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട രേഖകൾ ദേവസ്വം ആസ്ഥാനത്ത് നിന്ന് പിടിച്ചെടുത്ത SIT കേസിലെ രണ്ടാം പ്രതി മുരാരി ബാബുവിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ദേവസ്വം ബോർഡ് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിനെ SIT ചോദ്യം ചെയ്യുകയാണ്. 1998-99 കാലഘട്ടത്തിൽ ശബരിമല ശ്രീകോവിൽ വിജയമല്യ സ്വർണം പൊതിഞ്ഞതിന്റെ രേഖകൾ കൈവശമില്ലെന്നായിരുന്നു ദേവസ്വം ബോർഡിന്റെ വാദം. രേഖകൾ കണ്ടെത്താൻ എക്സിക്യൂട്ടീവ് ഓഫീസറുടെയും ദേവസ്വം കമ്മീഷണറുടെയും നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ സംഘത്തെ ദേവസ്വം ബോർഡ് നിയോഗിച്ചിരുന്നു. രേഖകൾ ലഭ്യമാക്കിയില്ലെങ്കിൽ നിയമ നടപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് SIT നൽകി. പക്ഷേ രേഖകൾ കൊടുക്കാൻ ദേവസ്വം ബോർഡ് തയ്യാറാകാത്തതോടെയാണ് SIT ബോർഡ് ആസ്ഥാനത്ത് പരിശോധന നടത്തിയത്. തിരുവനന്തപുരം ദേവസ്വം ആസ്ഥാനത്തെ മരാമത്ത് ചീഫ് എഞ്ചിനീയർ ഓഫീസിലെ പഴയ ഫയലുകൾ സൂക്ഷിക്കുന്ന മുറിയിൽ നിന്നാണ് രേഖകൾ കണ്ടെടുത്തത്. 420 പേജുകളുള്ള രേഖകളാണ് കണ്ടെത്തിയത്. സ്വിറ്റ്സർലൻഡിൽ നിന്ന് 22 കാരറ്റ് സ്വർണം ഇറക്കുമതി ചെയ്ത രേഖകളും SITക്ക് ലഭിച്ചിട്ടുണ്ട്. അതേസമയം കേസിൽ രണ്ടാം പ്രതി മുരാരി ബാബു റിമാൻഡിലായി. നവംബർ 14 വരെയാണ് റിമാൻഡിൽ വിട്ടത്. 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.